ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എസ്റ്റിമേഷനിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് പോർഷനിലേക്കാണ് പോകുന്നത്. സോ വീഡിയോ പൂർണ്ണമായിട്ടും എല്ലാവരും കാണണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, വീഡിയോസ് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിന്ന് എസ്റ്റിമേഷനിലെ മെഷറിങ് യൂണിറ്റ്, അതായത് നമുക്കിപ്പോൾ ഈ മെഷറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് എക്സാമിനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എന്തായാലും എസ്റ്റിമേഷനിൽ നിന്ന് ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന പോർഷൻ തന്നെയാണ് ഈ മെഷറിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെഷറിങ് യൂണിറ്റിനെ നമുക്ക് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് എന്നും പറയാം. ഓക്കെ, മെഷറിങ് യൂണിറ്റിനെ നമുക്ക് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് എന്ന് പറയാം. നമുക്ക് ഇതായിട്ട് നോക്കാം ഏതൊക്കെയാണ് യൂണിറ്റ് എന്ന്. ആദ്യം തന്നെ നോക്കുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷനാണ്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ഏതിൻ്റെയാണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ നോക്കുന്നത്. എർത്ത് വർക്ക് എക്സ്കവേഷന് അല്ലെങ്കിൽ എർത്ത് ഫില്ലിംഗ് എന്ന് പറയാം അല്ലേ. ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ്, എസ്റ്റിമേഷൻ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യുന്ന യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ഈ മെഷറിങ് യൂണിറ്റും ഉണ്ട്, നമുക്ക് പഠിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് യൂണിറ്റും ഉണ്ടല്ലേ. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിലുള്ള യൂണിറ്റ്സ് ആണ്. ഇനി മെഷറിങ് യൂണിറ്റ് എന്നതാണ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റാണ്. അപ്പം ആ മെഷറിങ് യൂണിറ്റാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നോക്കുന്നത്. അതിന് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ, ഓക്കെ, എർത്ത് വർക്ക് എക്സ്കവേഷൻ അല്ലെങ്കിൽ എർത്ത് ഫില്ലിംഗ് എന്ന് പറയാം. അതിൻ്റെ യൂണിറ്റ് ഏതാണ്? അതിൻ്റെ മെഷറിങ് യൂണിറ്റ് ഏതാണ്? മീറ്റർ ക്യൂബ് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ ഡയമെൻഷൻ വരും? ലെങ്ത് വരും, ബ്രെഡ്ത്ത് വരും, ഡെപ്ത്ത് വരും. ഓക്കെ, സോ അത് മീറ്റർ ക്യൂബാണ്. ദെൻ അടുത്തതാണ് കോൺക്രീറ്റ് വർക്ക്. കോൺക്രീറ്റ് വർക്കിൽ തന്നെ PCCയുടെ ഫുൾ ഫോം എന്താണ്? പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്, അതിൻ്റെ യൂണിറ്റ് മേലെ തന്നെയാണ് മീറ്റർ ക്യൂബാണ്. ഓക്കെ, PCCയുടെ മെഷറിങ് യൂണിറ്റും മീറ്റർ ക്യൂബ് തന്നെയാണ്. അതേപോലെ RCC ഇതിൻ്റെ ഫുൾ ഫോം റീൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, എന്താണ്? റീൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്, അതിൻ്റെയും മെഷറിങ് യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ ക്യൂബ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത പ്രീകാസ്റ്റ് വർക്ക്. നമ്മൾ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ട് വരുന്നത് പ്രീകാസ്റ്റ് വർക്കിൻ്റെ മെഷറിങ് യൂണിറ്റ് വരുന്നത് ഏതാണ്? മീറ്റർ ക്യൂബാണ്. ഓക്കെ, പ്രീകാസ്റ്റ് വർക്കിൻ്റെ മെഷറിങ് യൂണിറ്റ് ഏതാണ്? മീറ്റർ ക്യൂബാണ്. അതുപോലെ തന്നെ RCCയുടെ മെഷറിങ് യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. PCCയുടെ മെഷറിങ് യൂണിറ്റും മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇത് നിങ്ങൾ മാറിപ്പോവല്ലേ. ദെൻ അടുത്തതാണ് DPC എന്ന് പറയുന്നത് എന്താണ്? ഡാം പ്രൂഫ് കോഴ്സ് ആണ്. DPC എന്ന് പറയുന്നത്. DPCയുടേത് ഇവിടെ ഞാൻ മീറ്റർ ക്യൂബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. DPCയുടേത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, DPCയുടെ മെഷറിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, DPCയുടെ മെഷറിങ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, DPCയുടെ മെഷറിങ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ അടുത്താണ് ഫോം വർക്ക് സെൻറ്ററിങ് ഷട്ടറിങ്. ഓക്കെ, ഫോം വർക്ക് സെൻറ്ററിങ് ഷട്ടറിങ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഫോം വർക്ക് സെൻറ്ററിങ് ഷട്ടറിങ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് വരുന്നത് മെഷറിങ് യൂണിറ്റ് എത്രയാണ്? മീറ്റർ സ്ക്വയർ ആണ്. ദെൻ അതുപോലെ തന്നെ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കിൻഡലിലാണ് പറയുന്നത്. അതിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. കിൻഡൽ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മെട്രിക് ടൺ ആണെന്ന് പറയാം. ഓക്കെ, സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ മെഷറിങ് യൂണിറ്റ് എടുക്കുന്നത്? കിൻഡൽ വെച്ചിട്ടാണ്. ഓക്കെ, കിൻഡൽ വെച്ചിട്ടാണ് സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ മെഷറിങ് യൂണിറ്റ് നമ്മൾ എടുക്കുന്നത്. ഒന്നേ കിൻഡലാണ് ഇമ്പോർട്ടൻ്റ് ആയ ആൻസർ എന്ന് പറയുന്നത് കിൻഡൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കിലോഗ്രാം പെർ മെട്രിക് ടൺ എന്ന് പറയാം. ഓക്കെ, കിലോഗ്രാം പെർ മെട്രിക് ടൺ എന്ന് പറയാം. ഇനി ഒരു കിൻഡൽ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ്? ഒരു കിൻഡൽ. ഓക്കെ, ഒരു കിൻഡൽ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ്? 100 കിലോഗ്രാമാണ്. ഓക്കെ, ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാമാണ്. അതുപോലെ തന്നെ ഒരു ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ്? ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാമാണ്. ഓക്കെ, ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാമാണ്. ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാമാണ്. ഓക്കെ, ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാമാണ്. ഒരു ടൺ എന്ന് പറയുന്നതാണ് 1000 കിലോഗ്രാം. ഓക്കെ, അത് മാറിപ്പോകരുത്. നമുക്ക് ഫോം വർക്ക് സെൻറ്ററിങ് ഷട്ടറിങ് അതിൻ്റെയൊക്കെ മെഷറിങ് യൂണിറ്റ് ഏതാണ്? മീറ്റർ സ്ക്വയർ ആണ്. സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏതാണ്? കിൻഡലാണ്, അല്ലെങ്കിൽ കിലോഗ്രാം പെർ മെട്രിക് ടൺ ആണ്. ദെൻ അടുത്ത് DPCയുടെ ഓർമ്മിക്കുക. DPCയുടെ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, DPCയുടെ ഏതാണ്? മീറ്റർ സ്ക്വയർ ആണ്. ദെൻ അടുത്ത് സ്റ്റെയർ കേസിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ സ്റ്റെപ്പിൻ്റെ എണ്ണം വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സ്റ്റെയർ കേസിൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ പറയുന്നത്. ഓക്കെ, ഈ സ്റ്റെയർ കേസിൽ തന്നെ ഹാഫ് ലാൻഡിങ് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹാഫ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ സ്റ്റെയർ ആണ്. ഓക്കെ, ഇതാണ് ഹാഫ് ലാൻഡിങ്ങിൽ. ഈ ഹാഫ് ലാൻഡിങ്ങിനെ നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഹാഫ് ലാൻഡിങ്ങിന് നമ്മൾ എത്ര സ്റ്റെപ്പായിട്ടാണ് കണക്കാക്കുന്നത്? 4 സ്റ്റെപ്പായിട്ട് കണക്കാക്കാം. ഇനി
ക്വാർട്ടർ ലാൻഡിംഗ് ആണെങ്കിലോ ക്വാർട്ടർ ലാൻഡിംഗ് എങ്ങനെ വരും? ഓക്കെ, ഇതാണ് ക്വാർട്ടർ ലാൻഡിംഗ് വരുന്നത്. ഈ ക്വാർട്ടർ ലാൻഡിങ്ങിന് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ക്വാർട്ടർ ലാൻഡിങ്ങിന് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് കണക്കാക്കും. ഹാഫ് ലാൻഡിങ്ങിന് നമ്മൾ 4 സ്റ്റെപ്പായിട്ട് കണക്കാക്കും. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ കോൺക്രീറ്റ് വർക്കിൽ PCC ആണെങ്കിൽ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. RCC ആണെങ്കിലോ മീറ്റർ ക്യൂബാണ്. പ്രീകാസ്റ്റ് വർക്കിൻ്റെതോ മീറ്റർ ക്യൂബാണ്. DPCയുടേതോ മീറ്റർ സ്ക്വയർ ആണ്. ഫോം വർക്ക്, സെൻറ്ററിങ്, ഷട്ടറിങ് ഇതിൻ്റെതൊക്കെ എന്താണ് മീറ്റർ സ്ക്വയർ ആണ്. ദെൻ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് ക്വിൻ്റലാണ്, അല്ലെങ്കിൽ കിലോഗ്രാം പെർ മെട്രിക് ടൺ എന്ന് പറയാം. ദെൻ സ്റ്റെയർ കേസ് നമ്പർ ഓഫ് സ്റ്റെപ്പ് വെച്ചിട്ടാണ്. അതിൽ തന്നെ നമ്മൾ ഹാഫ് ലാൻഡിങ് കൗണ്ട് ചെയ്യുന്നത് 4 സ്റ്റെപ്പായിട്ടാണ്. ക്വാർട്ടർ ലാൻഡിങ് കൗണ്ട് ചെയ്യുന്നത് എത്ര സ്റ്റെപ്പായിട്ടാണ്? 2 സ്റ്റെപ്പായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ബ്രിക്ക് വർക്ക്. ഓക്കെ, ബ്രിക്ക് വർക്കിൻ്റെ നമുക്കറിയാം, നമുക്ക് ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഡെപ്ത്ത് വേണം അല്ലേ. സോ ബ്രിക്ക് വർക്കിൻ്റെ നമ്മൾ മീറ്റർ ക്യൂബായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ബ്രിക്ക് വർക്കിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്ട് മീറ്റർ ക്യൂബാണ്. അതേസമയം ഹാഫ് ബ്രിക്ക് വാളാണെങ്കിലോ ഹാഫ് ബ്രിക്ക് വാള്, പാർട്ടീഷൻ വാള് ഇതിൻ്റെതൊക്കെ ഏതാണ്ട് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ബ്രിക്ക് വർക്കിൻ്റെത് എന്ന് മാത്രം ചോദിച്ചാൽ മീറ്റർ ക്യൂബാണ്. ഇനി ഹാഫ് ബ്രിക്ക് വാളോ അല്ലെങ്കിൽ പാർട്ടീഷൻ വാളോ ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, മീറ്റർ സ്ക്വയർ ആണ്. ദെൻ അടുത്തതാണ് ബ്രിക്ക് ലെയർ ആസ് സോളിംഗ് കോട്ട്. സോളിംഗ് കോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ബ്രിക്കിനെ ബിയറിംഗ് കപ്പാസിറ്റി, അതായത് നമ്മുടെ സോയിലിലൊക്കെ നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രിക്കിനെ പൊടിച്ചിട്ട് PCC ചെയ്യും. അതിനെയാണ് ഈ സോളിംഗ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സോയിലിലേക്ക് ബിയറിംഗ് കപ്പാസിറ്റി കുറവ് വരുമ്പോൾ, കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ബ്രിക്കിനെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് ബ്രിക്കിനെ നമ്മൾ പൊടിച്ചിട്ട് അവിടെ നമ്മൾ ആ പൊടിച്ച പീസ് വെച്ചിട്ട് നമ്മൾ PCC ചെയ്യും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്? ആ സോളിംഗ് കോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെയും മെഷറിംഗ് യൂണിറ്റ് ഏതാണ്ട് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, മീറ്റർ സ്ക്വയർ ആണ്. ദെൻ ഹണി കോംബ് ബ്രിക്ക് ബ്രിക്ക് വർക്കിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്ട് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ബ്രിക്ക് വർക്ക് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റർ ക്യൂബാണ്. ഹാഫ് ബ്രിക്ക് വാൾ അല്ലെങ്കിൽ പാർട്ടീഷൻ വാളിൻ്റെയൊക്കെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്ട് മീറ്റർ സ്ക്വയർ ആണ്. ബ്രിക്ക് ലെയർസ് സോളിംഗ് കോട്ടിൻ്റെ ആണെങ്കിലോ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഹണി കോംബ് ബ്രിക്ക് വർക്ക് ആണെങ്കിലും ഏതാണ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്റ്റോൺ വർക്ക്. ഓക്കെ, സ്റ്റോൺ വർക്കിൻ്റെത് ഏതാണ്ട് മീറ്റർ ക്യൂബാണ്. ഓക്കെ, സ്റ്റോൺ വർക്കിൻ്റെത് മീറ്റർ ക്യൂബാണ്. സ്റ്റോൺ വർക്ക് ഫോർ ഷെൽഫാണ് കേട്ടോ, ഇത് സെൽഫ് അല്ലടാ, ഷെൽഫാണ്. ഷെൽഫ്, കിച്ചൺ സ്ലാബ് അതിനൊക്കെയോ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സ്റ്റോൺ വർക്ക് ഫോർ ഷെൽഫ്, കിച്ചൺ സ്ലാബിനൊക്കെ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ്. വെറും സ്റ്റോൺ വർക്ക് എന്ന് മാത്രം ചോദിച്ചാലാണ് ഏതാണ് മീറ്റർ ക്യൂബ് മെഷറിംഗ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വുഡ് വർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിംസ്. ഓക്കെ, ഫ്രെയിം നമ്മൾ ഡോറിൻ്റെയും വിൻഡോയുടെയും വെന്റിലേറ്ററിൻ്റെയും ഫ്രെയിംസ് ഉണ്ടല്ലോ, ഫ്രെയിംസ് ആണെങ്കിൽ അതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബാണ്. ഫ്രെയിം ആണ് കേട്ടോ, ഫ്രെയിം ഡോറിൻ്റെ ആണെങ്കിലും വിൻഡോയുടെ ആണെങ്കിലും വെന്റിലേറ്ററിൻ്റെ ആണെങ്കിലും ഫ്രെയിം നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ ക്യൂബ് വെച്ചിട്ടാണ്. ഇനി ഷട്ടർ ആണെങ്കിലോ ഡോറ്, വിൻഡോ, വെന്റിലേറ്റർ ഇതിൻ്റെയൊക്കെ ഷട്ടർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഫ്രെയിംസ് ആണെങ്കിൽ നമ്മൾ മീറ്റർ ക്യൂബ് എടുക്കുന്നു. അപ്പോൾ ഡോർസ്, വിൻഡോ, വെന്റിലേറ്റർ ഇതിൻ്റെയൊക്കെ ഷട്ടർ ആണെങ്കിൽ നമ്മൾ ഏതാണ് മെഷറിംഗ് യൂണിറ്റ് എടുക്കുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, പിന്നെ അടുത്താണ് വുഡൻ ഹാൻഡ് റെയിൽ. ഓക്കെ, വുഡൻ ഹാൻഡ് റെയിൽ, അതുപോലെ തന്നെ വുഡൻ കോർണിക്സ് ഇതിനെയൊക്കെ നമ്മൾ മീറ്ററിലാണ് മെഷറിംഗ് യൂണിറ്റ് എടുക്കുന്നത്. ഓക്കെ, മീറ്ററിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വുഡൻ ഹാൻഡ് റെയിൽ അല്ലെങ്കിൽ വുഡൻ കോർണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫും വാളുമായിട്ട് ആ ഒരു കോർണറിൽ വരുന്ന ആർക്കിടെക്ചറൽ അപ്പിയറൻസ് കൊടുക്കുന്ന മെമ്പറാണ് കോർണിക്സ് എന്ന് പറയുന്നത്. ആ വുഡൻ ഹാൻഡ് റെയിലും വുഡൻ കോർണിക്സിനെയും നമ്മുടെ മെഷറിംഗ് യൂണിറ്റ് മീറ്ററാണ്. വുഡൻ സ്റ്റെയർ കേസ് ആണെങ്കിലോ സ്റ്റെയർ കേസ് എല്ലാം നമ്പർ ഓഫ് സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ്, പെയിൻറ്റിങ്. ഓക്കെ, പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ്, പെയിൻറ്റിങ് ഇതിൻ്റെയൊക്കെ മെഷറിംഗ് യൂണിറ്റ് ഏത് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ്, പെയിൻറ്റിങ് ഏതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്റ്റീൽ വർക്ക്. ഓക്കെ, സ്റ്റീൽ വർക്കിൽ ഗ്രിൽ വർക്ക് എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, സ്റ്റീൽ വർക്കിൽ ഗ്രിൽ വർക്ക് എന്ന് പറഞ്ഞ് ചോദിക്കും. ഗ്രിൽ വർക്കിൻ്റെത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സ്റ്റീൽ വർക്കിൽ ഗ്രിൽ വർക്കിൻ്റെത് മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ ഗ്രില്ലെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ സ്റ്റീൽ ഗ്രില്ല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കുറേ ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റീൽ ഗ്രില്ലിൻ്റെത് ആൻസർ വെയിറ്റ് ആണ്. ഓക്കെ, വെയിറ്റ് ആണ് മെഷറിംഗ് യൂണിറ്റ്. ഗ്രിൽ വർക്കിൻ്റെത് മീറ്റർ സ്ക്വയർ ആണ്. സ്റ്റീൽ ഗ്രില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ദെൻ റോളിംഗ് ഷട്ടറിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, റോളിംഗ് ഷട്ടറിൻ്റെ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ദെൻ പ്ലെയിൻ റോൾഡ് സെക്ഷൻ, നമ്മുടെ I സെക്ഷൻ, T ജംഗ്ഷൻ, C സെക്ഷൻ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള
പ്ലെയിൻ റോൾഡ് സെക്ഷൻ്റെ നമ്മൾ മെഷറിംഗ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് കിൻഡൽ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മെട്രിക് ടൺ ആണ്. ഓക്കെ, കിൻഡൽ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മെട്രിക് ടൺ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയുണ്ട്? സ്റ്റീൽ വർക്കിൽ ഗ്രിൽ വർക്ക് ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ മെഷറിംഗ് യൂണിറ്റ്. സ്റ്റീൽ ഗ്രില്ലാണെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ആയിട്ട് വരുന്നത് വെയിറ്റ് ആണ്. ഓക്കെ, വെയിറ്റ് ആണ്. ദെൻ റോളിംഗ് ഷട്ടറിൻ്റെ മെഷറിംഗ് യൂണിറ്റോ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ പ്ലെയിൻ റോൾഡ് സെക്ഷൻ ആണെങ്കിലോ കിൻഡൽ എന്ന് പറയാം. കിൻഡൽ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മെട്രിക് ടൺ ആണ്. ദെൻ അടുത്തതാണ് ഫ്ലോറിംഗ്. ഓക്കെ, ഫ്ലോറിങ്ങിൻ്റെ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഫ്ലോറിങ്ങിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്? മീറ്റർ സ്ക്വയർ ആണ്. സ്കേർട്ടിംഗ് മീറ്റർ ആണ് മെഷറിംഗ് യൂണിറ്റ്. ഓക്കെ, സ്കേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്ലോർ ലെവലിൽ നിന്ന് ഫ്ലോറിങ് ചെയ്യുന്ന അവിടെ നിന്ന് വോളിലോട്ട് കുറച്ച് പോർഷൻ നമ്മൾ കൊടുക്കുമല്ലേ, വോളിലോട്ട് കുറച്ച് ഹൈറ്റിൽ നമ്മൾ കൊടുക്കും, അതിനെ നമ്മൾ സ്കേർട്ടിംഗ് എന്നാണ് പറയുന്നത്. ഫ്ലോർ ലെവലിൽ നിന്ന് നമ്മൾ വോളിൻ്റെ പോർഷനിൽ കുറച്ച് താഴെ തന്നെ കുറച്ച് ഹൈറ്റിൽ നമ്മൾ കൊടുക്കും, അതിനെയാണ് സ്കേർട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ, മീറ്റർ ആണ്. ദെൻ റൂഫ് കവറിങ്ങിൻ്റെ മെഷറിംഗ് യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, റൂഫ് കവറിങ്ങിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്? മീറ്റർ സ്ക്വയർ ആണ്. ദെൻ GI പൈപ്പ്, കാസ്റ്റ് ആൻഡ് പൈപ്പ്, ഇതിൻ്റെയൊക്കെ ബെൻഡിങ് ഉൾപ്പെടെ, അതാണ് ഇൻക്ലൂഡിങ് ബെൻഡ് എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്? മീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെത് മീറ്റർ സ്ക്വയർ ആണ്, അതിൽ സ്കേർട്ടിങ്ങിൻ്റെത് മീറ്റർ ആണ്, റൂഫ് കവറിങ്ങിൻ്റെത് ഏതാണ്? മീറ്റർ സ്ക്വയർ ആണ്. ദെൻ GI പൈപ്പ്, കാസ്റ്റ് അയൺ പൈപ്പ് ഇൻക്ലൂഡിങ് ബെൻഡ്, അതിൻ്റെയൊക്കെ മെഷറിംഗ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് മീറ്റർ ആണ്. ദെൻ മീറ്റർ ബോർഡ്, മാൻ ഹോൾ. ഓക്കെ, ഇത് മാൻ ഹോളാണ്. മാൻ ഹോള് ഇതിൻ്റെയൊക്കെ മെഷറിംഗ് യൂണിറ്റ് നമ്പറാണ്, അത് എത്ര എണ്ണം വേണം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെഷറിംഗ് യൂണിറ്റ് നോക്കാനുള്ളത്. ഓക്കെ, ഇനി ബാക്കി സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്കിത് രണ്ടും കൂടെ ക്ലാഷായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ക്ലാസ്സായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.